എത്ര തവണ യാത്ര പോയാലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും ഹിഡൻ വ്യൂ പോയിന്റ്സും ഓഫ് റോഡ് ട്രെയിൽസും ഒക്കെയുള്ള അപൂർവം ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അത്തരത്തിൽ ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം കുട്ടിക്കാനം. ഇവിടെ കുട്ടിക്കാനം ടൗണിനടുത്ത് തന്നെ അധികം ആൾക്കാർക്കൊന്നും അറിയപ്പെടാത്ത ഒരു ഹിഡൻ സ്പോട്ടുണ്ട്. അതാണ് പീലിക്കുന്ന്. പാഞ്ചാലിമേടും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടവും പരുന്തുംപാറയും ഒക്കെ ആയിട്ട് കുട്ടിക്കാനത്തെ സ്ഥിരം കാഴ്ചകളൊക്കെ കണ്ട് മടുത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നെക്സ്റ്റ് ടൈം ട്രിപ്പ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പീലിക്കുന്നിലൊന്ന് വന്നു നോക്കൂ. അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഓഫ് റോഡ് റൈഡൊക്കെ നടത്തി മലമുകളിലേക്ക് നടന്നു കയറി ഇവിടെ വന്നിരുന്നാൽ കിട്ടുന്ന കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭംഗിയുള്ളതാണ്. അപ്പോൾ പീലിക്കുന്നിലേക്കുള്ള യാത്രയും അവിടുത്തെ മനോഹരമായിട്ടുള്ള സൺസെറ്റൊക്കെ കണ്ടുവന്നല്ലോ. വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARG ട്രെയിൽസ്. ഈ വേനലൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും നല്ല കരിഞ്ഞുണങ്ങി കിടക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഹൈ റേഞ്ചിലൊന്നും വന്നു കഴിഞ്ഞാൽ കോടയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊന്നും പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടിക്കാനത്തിനടുത്തുള്ള പീലിക്കുന്നിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് നല്ല രീതിയിൽ സൺസെറ്റ് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാനത്തേക്കും പരുന്തുംപാറയിലേക്കൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ ആൾക്കാർക്കൊന്നും അറിയില്ല. ഇനി ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാനം എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് തിരിയുന്ന ലെഫ്റ്റിലൂടെയുള്ള വഴിയിലൂടെയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീലിക്കുന്നിൻ്റെ താഴെ എത്താൻ പറ്റും. അവിടുന്ന് പിന്നെ നടന്നു കയറി വേണം മുകളിലേക്ക് പോകുവാനായിട്ട്. ഈ കാണുന്ന നല്ല വഴി കുറച്ച് ദൂരത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല കട്ട ഓഫ് റോഡാണ്. ഇതുവഴി കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോഴത്തേക്ക് വഴി രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അവിടുന്ന് ലെഫ്റ്റ് കാണുന്ന വഴിയിലൂടെ കയറിയിട്ടാണ് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്കും പീലിക്കുന്നിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് വഴി വളരെയധികം മോശമാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വണ്ടിയായിട്ട് പോരാവുള്ളൂ. ഇത് അങ്ങനെ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡൊന്നുമല്ല. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ഇതിലെ കൂളായിട്ട് കടന്നു പോകും. പിന്നെ മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഒക്കെ പല സ്ഥലത്തും കൂടുതലാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുടെ 3/4 ഭാഗവും ഇതുപോലത്തെ ഓഫ് റോഡ് തന്നെയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഖബറിടം കാണാൻ പറ്റും. ഇത് പീർ മുഹമ്മദിൻ്റെ ഖബറിടമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പീരുമേടെന്ന പേര് വന്നത് തന്നെ. നമുക്ക് ഈ കാണുന്നൊരു പോയിന്റ് വരെ മാത്രമേ വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ. ഇനി നമുക്കിവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് നടന്നു വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പം ഇവിടെ മുതൽ തന്നെ നല്ല കാഴ്ചകളൊക്കെയാണ്. അങ്ങ് ദൂരെ ആ മലകൾക്കിടയിലൂടെയുള്ള വഴി കണ്ടോ? അതാണ് മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനത്തേക്ക് വരുന്ന റോഡ്. അതുവഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് നല്ല രീതിയിൽ സൺസെറ്റ് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം വൈകിട്ട് വേനൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാറ് കയറി സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. പ്രമുഖ സിദ്ധനും സൂഫി സന്യാസിയുമായിരുന്ന പീർ മുഹമ്മദിൻ്റെ ഖബറിടമാണ് ഈ കാണുന്നത്. അദ്ദേഹം ദീർഘകാലത്തോളം ധ്യാനത്തിനായിട്ട് ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് പീരുമേട് എന്നുള്ള പേര് വന്നത് തന്നെ. പണ്ടുകാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്ന ഈ സ്ഥലം അഴുത എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കയ്യിലായി. ഇപ്പോൾ ഇത് സ്വകാര്യ ഭൂമിയാണ്. കുട്ടിക്കാനത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും അത്യാവശ്യം നല്ല തിരക്കാണ്. പരുന്തുംപാറയാണെങ്കിലും പാഞ്ചാലിമേട്ടിലാണെങ്കിലും ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അധികം ആളും തിരക്കൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് വന്നിരുന്ന സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിൻ്റാണ് പീലിക്കുന്ന്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ എത്താൻ പാടാണെങ്കിലും അത്യാവശ്യം മനസ്സ് വെച്ചാൽ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ഏകദേശം ഒരു 2 കിലോമീറ്റർ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. ഇനി മൺസൂണൊക്കെ ആയിക്കഴിഞ്ഞ് അത്യാവശ്യം കോടയൊക്കെ കയറി തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വേറെ ലെവലായി മാറും. ഇനി പയ്യെ നമ്മൾ നടന്ന് പീലിക്കുന്നിൻ്റെ ടോപ്പിലേക്ക് പോവാണ്. നമ്മൾ പീർ മുഹമ്മദിൻ്റെ ആ ഖബറിടം കണ്ടില്ലേ? അവിടുന്ന് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയോടെ നടന്നിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലെ ആൾക്കാരൊക്കെ മുന്നേ നടന്നു പോയതുകൊണ്ട് തന്നെ വഴി തെളിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ആ വഴി നോക്കി നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പറ്റും. പോകുന്ന വഴിയിൽ കുറച്ച് ദൂരം മാത്രമേ ഇങ്ങനത്തെ പുല്ലും കാടും ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുല്ലുമേടുകളിൽ കൂടെയാണ് നടന്നു പോകുന്നത്.
ഇത്ര നേരമായിട്ടും ഞങ്ങൾ 3 പേരല്ലാതെ ഇങ്ങോട്ട് ആരും വരുന്നൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാരും അമ്മച്ചി കൊട്ടാരത്തിലൊക്കെ വന്ന് കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ തിരിച്ചു പോകാറാണ് പതിവ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ വേറെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഈ സ്ഥലം ചൂസ് ചെയ്യാത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇങ്ങനൊരു സ്ഥലം ഉള്ളതിനെപ്പറ്റി അറിയത്തുമില്ല. കോട്ടയം കുമളി റൂട്ടിൽ പോകുമ്പോൾ തന്നെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് കുട്ടിക്കാനം. ഇവിടെ അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ കാണും. ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ മൺസൂണിൻ്റെ ടൈമിലൊക്കെ തന്നെ വരേണ്ടി വരും. ഇപ്പം മഴയൊന്നുമില്ലാതെ ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾക്ക് അത്ര ഭംഗിയൊന്നുമില്ല. എന്നാലും സൺസെറ്റ് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതുവരെ ഏതായാലും മഴക്കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൺസെറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് പീലിക്കുന്നിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ മുറിഞ്ഞ വഴിയും ഒരു സൈഡിൽ കുട്ടിക്കാനവും മുണ്ടക്കയത്ത് നിന്ന് വരുന്ന വഴിയും ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഒരുത്തൻ അവിടെ നിന്ന് ഡ്രോണൊക്കെ പറത്തി വിട്ടിട്ട് അതിലേക്ക് നോക്കി പയ്യെ കയറി വരുന്നേ ഉള്ളൂ. ഈ കാണുന്ന താഴ്ഭാഗത്താണ് നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. അവിടുന്ന് മുന്നോട്ടേക്ക് വരുന്ന വഴിയാണ് ആ കാണുന്നത്. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നവരോട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ നിങ്ങളെ കാത്ത് ഒരു ചെറിയ അപകടം പതിയിരിപ്പുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴി മുകളിലേക്ക് എത്തുന്ന സ്ഥലത്ത് ഒരു ചെറിയ കിണറുണ്ട്. സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ നമ്മുടെ ആ കിണർ കണ്ണിപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ അതൊന്നും മനസ്സിൽ കരുതിയിട്ട് വേണം പോരുവാനായിട്ട്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. സൺസെറ്റൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾക്കൊക്കെ. കോടയും മഞ്ഞൊന്നും കാണാതെ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്കൊരു പണി കിട്ടി. ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും മഴക്കാറൊക്കെ വന്നു തുടങ്ങി. സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങി. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാറ്റൽ മഴയും നല്ല മഴക്കാറൊക്കെ കയറി വന്നതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ക്യാമറയും ഡ്രോണും ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നൊരു മഴ കാരണം സൺസെറ്റിൻ്റെ കാഴ്ചയെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏതായാലും പയ്യെ ഞങ്ങൾ തിരിച്ചു പോവാണ്. പെട്ടെന്നുള്ള മഴക്കാറൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയത് അബദ്ധമായെന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒട്ടും മഴയില്ല. ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ വഴിയൊക്കെ സ്ലിപ്പായതുകൊണ്ട് തിരിച്ചുപോക്ക് കുറച്ച് പാടായിരുന്നു. എന്തായാലും ഈ ഒരു ചൂടത്ത് പ്രതീക്ഷിക്കാതെ കിട്ടിയ മഴ ഒരു ആശ്വാസം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.